അനിവാര്യമുള്ള ഘട്ടത്തിൽ RSSുമായി ചേർന്നിട്ടുണ്ട് എന്ന MP ഗോവിന്ദന്റെ പരാമർശം ഇപ്പോൾ CPIMന്റെ ചരിത്ര രേഖയിലുണ്ടെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറയുന്നുണ്ട്. മുൻ മന്ത്രിയായിരുന്ന T. ശിവദാസ മേനോനായി പാലക്കാട് പ്രചരണത്തിനെത്തിയത് LK അദ്വാനിയാണെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ഇപ്പോഴും CPM RSS യോജിക്കാവുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും ഷൗക്കത്ത് പറഞ്ഞു. ഷൗക്കത്തിന്റെ വാക്കുകളിലേക്കാണ് ആദ്യം. വളരെ വ്യക്തമായി പിന്നെ BJP എന്ന് വെച്ചാൽ അന്ന് BJP ഇല്ല, ജനസംഘവുമായി 1977 പരസ്യമായി സഖ്യമുണ്ടാക്കിയിട്ടാണ് കോൺഗ്രസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ജനസംഘവുമാക്കി ഉണ്ടാക്കിയ വളരെ കൃത്യമായ സഖ്യം 1970. അതിനു മുമ്പ് 1967 തന്നെ കോൺഗ്രസിനെ താഴെ ഇറക്കാൻ 3-4 സംസ്ഥാനങ്ങളിൽ ജനസംഘവുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അവരുടെ പാർട്ടി രേഖയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷം സഹകരിച്ചത് RSSനോടല്ല, ജനതാ പാർട്ടിയുമായാണെന്നാണ് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M. സ്വരാജ് പറയുന്നത്. ജനതാ പാർട്ടി വർഗീയ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി അല്ലായിരുന്നുവെന്നും സ്വരാജ് പറയുന്നു. RSS ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിച്ചപ്പോൾ EMS RSS വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിച്ചതാണെന്നും സ്വരാജ് പറഞ്ഞു. RSS പിടിമുറുക്കിയ ജനതാ പാർട്ടിയുമായി സഹകരിച്ചത് കോൺഗ്രസ് ആണ്. ഏതെങ്കിലും ഒരു വർഗീയവാദിയുടെ വോട്ടിന് വേണ്ടി അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നവരല്ല CPIM എന്നും സ്വരാജ് പറഞ്ഞു. ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ 77 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ഉണ്ടാകുന്നു. മൊറാർജി ദേശായി ആയിരുന്നു ആ ഗവൺമെൻറ്റിനെ നയിച്ചത്, എല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കിയ തെരഞ്ഞെടുപ്പാണ് 77 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ്, ജനസംഘമല്ല, BJP അല്ല. ജനതാ പാർട്ടിയിലാവട്ടെ വ്യത്യസ്ത ധാരകളുള്ളവരെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത്. വിവരങ്ങളുമായി നമ്മുടെ ആസിഫ് മുഹമ്മദും ബിനിൽ ലീല സാബുവും ഉണ്ട് നിലമ്പൂരിൽ നിന്ന്. നമുക്കൊപ്പം ആദ്യം ബിനിലേക്ക് പോവുകയാണ് ഞാൻ. ബിനിലെ, ഇതിപ്പോൾ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ഈ ദിവസം അവസാന വട്ടത്തിൽ സ്ഥാനാർത്ഥികൾ എല്ലാവരെയും കണ്ട് വോട്ടുറപ്പിക്കുന്ന ഒരു ദിവസമാണെന്ന്. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ച് അവിടെയും ഉണ്ടൊരു ട്വിസ്റ്റ്. വിവാദങ്ങൾ അവസാനിക്കുന്നില്ല, വീണ്ടും പുതിയൊരു വിവാദം വരുന്നു. MV ഗോവിന്ദന്റെ പരാമർശം, അതുണ്ടാക്കിയ ചലനം ചെറുതല്ല. ആര്യാടൻ ഷൗക്കത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്തു മനസ്സിലാക്കണം? UDF ക്യാമ്പ് ഇതിനെ ഏതു രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താനാണ് ഈ അവസാന ദിവസം നീക്കം നടത്തുന്നത്? ബിനിൽ, സേതു, നമുക്ക് തുടക്കം മുതൽ അറിയാം, ഓരോരോ വിവാദങ്ങളായി തുടക്കം മുതൽ വരികയാണ്. ആദ്യം പെൻഷനായിരുന്നു, പിന്നീട് മലപ്പുറം പരാമർശം വന്നു. ഏറ്റവും ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് ലഭിച്ചത്, അതും വലിയ വിവാദമായി ചർച്ചയായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പോളിംഗിലേക്ക് പോകുമ്പോൾ, നാളെയാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുക, ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. ആ ഘട്ടത്തിലാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത്. അത് MV ഗോവിന്ദന്റെ പരാമർശമാണ്. MV ഗോവിന്ദൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അതായത് RSSുമായി ചേർന്നിട്ടുണ്ട്, അതിൽ പറയാൻ യാതൊരു മടിയുമില്ല, അന്ന് അടിയന്തരാവസ്ഥ കാലമാണ്, ആ ഘട്ടമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെ ഇപ്പോൾ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വലിയ ആയുധമാക്കുകയാണ്. തുടക്കം മുതൽ തന്നെ UDF പറയുന്ന ഒരു കാര്യം, ഇവിടെ BJP സ്ഥാനാർത്ഥി വലിയ രീതിയിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നില്ല. മാത്രമല്ല, തുടക്കത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ്, അല്ലെങ്കിൽ BJP മത്സരിക്കില്ല, ആ രീതിയിലേക്ക് ഒരു ചർച്ചയൊക്കെ, അല്ലെങ്കിൽ ആ രീതിയിലൊരു കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ആ സമയത്തൊക്കെ UDF പറഞ്ഞ കാര്യം, നിങ്ങൾ നോക്കൂ, ഇവിടെ BJPയും CPM അവർ തമ്മിൽ ഒരുമിച്ച് പോവുകയാണ്, ഒരു പ്രചാരണമാണ് UDF നടത്തിയത്. എന്തായാലും അവർക്ക് വലിയ ഒരു ആയുധം കൂടിയാണ് ഇപ്പോൾ MV ഗോവിന്ദന്റെ ഈ ഒരു പരാമർശം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് രാവിലെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് RSSുമായി എപ്പോൾ വേണമെങ്കിലും CPMന് ഒത്തുചേർന്ന് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, നേരത്തെ ഈ ശിവദാസ മേനോൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വന്നത് LK അദ്വാനിയാണ്. അതിലൂടെ നമുക്ക് ഈ RSSുമായുള്ള, പ്രത്യേകിച്ച് BJPയുമായുള്ള ബന്ധം മനസ്സിലാക്കാമല്ലോ എന്നാണ് പറഞ്ഞ് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിനെ എതിർക്കുകയാണ് CPM, പ്രത്യേകിച്ച് LDF ചെയ്യുന്നത്. ആ സമയത്ത് വ്യത്യസ്ത ധാരകളുള്ള M. സ്വരാജിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അങ്ങനെയാണ് പറയുന്നത്, വ്യത്യസ്ത ധാരകളുള്ള ആളുകൾ ഈ ജനസംഘത്തിൽ അന്ന് ഉണ്ടായിരുന്നു. പല ആളുകൾ, പ്രത്യേകിച്ച് ഈ സ്വരാജിന്റെ വാക്കുകളുള്ള മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിട്ടുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് കാലങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു. എന്തായാലും ആ കാര്യങ്ങൾ പറഞ്ഞാണ് പ്രതിരോധിക്കുന്നത്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ, അതായത് ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ്. കോൺഗ്രസ് പ്രത്യേകിച്ച് സൈബർ ഹാൻഡിലുകളൊക്കെ സജീവമായി ഈ RSS പരാമർശം ബന്ധമൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതും ആയുധമായി മാറുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിടവിട്ട് ഒന്നായി വലിയ വിവാദങ്ങൾ വരുന്നു, പരാമർശങ്ങൾ വരുന്നു.
ഓക്കെ ബില്ല, ഞാൻ ആസിഫിലേക്ക് കൂടി ഒന്ന് പോവാണ്. ആസിഫ, ഇപ്പം ഈ വിവാദങ്ങൾ പറഞ്ഞതുപോലെ വിവാദങ്ങൾ നിലയ്ക്കുന്നില്ല. നിലമ്പൂരിൽ അവസാന ദിവസവും പുതിയ പുതിയ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ ജനതാ പാർട്ടി, എം സ്വരാജ് പറയുന്നത് സഹകരണം RSS ആയിരുന്നില്ല, ജനതാ പാർട്ടിയുമായിട്ടായിരുന്നു. സമാനമായിട്ടുള്ള ചിന്തകളുള്ളവർ ചേർന്നിട്ടുള്ള ജനതാ പാർട്ടിയുമായിട്ടായിരുന്നു. ഇതിലൊരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് പറയുന്നുണ്ട്. നിലമ്പൂരിൽ അവസാന ദിവസം എന്താണ് ഈ ഒരു പുതിയ വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ചലനങ്ങൾ? ഒരു പൊതു വിലയിരുത്തൽ എങ്ങനെയാണ് ആസിഫെ? തീർച്ചയായും ഈ ഒരു വിഷയം നേരത്തെ തന്നെ ചർച്ചകളിലുള്ളതാണ്. സ്വാഭാവികമായും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കത്ത് നിൽക്കുന്ന സമയത്തൊക്കെ UDF ക്യാമ്പ് ഈ RSS ബന്ധം അത് വലിയ രീതിയിൽ പ്രചാരണ വിഷയമാക്കിയിട്ടുള്ളതാണ്. അത് VD സതീശനടക്കം പത്രസമ്മേളനങ്ങളിൽ നിരന്തരം ആവർത്തിച്ച് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഇത് പറയുമ്പോൾ സ്വാഭാവികമായി അത് തങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരുന്നതിന് ഇപ്പോൾ ഒരു കൂടുതൽ സമ്മതം CPM തന്നെ മൂളിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പ്രചാരണം UDF-ന്റെ ക്യാമ്പിൽ നിന്ന് ശക്തമായി ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവമാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടത് PV അൻവറും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ടായിരുന്നു. അത് പോലീസിലെ RSS ബന്ധം, അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയം കൂടുതൽ ശക്തമായി മണ്ഡലത്തിലേക്ക് ഇനി ഒരു ദിവസമേ ഉള്ളൂവെങ്കിൽ പോലും പ്രചാരണ രംഗത്ത് സജീവമായി ഉപയോഗിക്കാൻ സ്വാഭാവികമായും UDF ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് മറുപടി പറഞ്ഞ് പോകേണ്ട സാഹചര്യം എന്തായാലും LDF-നും ഉണ്ടാകും. എന്തായാലും നാം മനസ്സിലാക്കുന്നതനുസരിച്ച് LDF-ന്റെ നേതാക്കളടക്കം അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും വിശദീകരണങ്ങളുമായി രംഗത്തെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയും. അങ്ങനെ അടിമുടി രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞുനിന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായിക്കൊണ്ടേയിരുന്നു. ആ ചർച്ചകളിൽ ഓരോ ദിവസവും ഓരോ വിഷയം. എന്തായാലും ഇന്ന് പുതിയൊരു വിഷയം ചർച്ചയിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നിലവിലുള്ള ചർച്ചാ വിഷയങ്ങളുടെയൊക്കെ ഒരു അവലോകനമായി ആളുകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്ന് വിചാരിച്ചെങ്കിൽ പോലും ഇന്നും ഇത്തരത്തിൽ സജീവ ചർച്ചയായ രാഷ്ട്രീയ ചർച്ചയാകുന്ന വിഷയങ്ങൾ തന്നെ ഉയർന്നു വരുന്ന സാഹചര്യം എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നിശബ്ദ പ്രചാരണത്തിന് മണിക്കൂറുകളിൽ UDF ക്യാമ്പ് ഇത് വലിയ രീതിയിൽ ആയുധമാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും കുത്തിപ്പൊക്കി വലിയ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് നിലമ്പൂരിൽ. അതിന് പിന്നെ കാരണമായതും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു പരാമർശമാണ്. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് UDF ക്യാമ്പ്. അതിനെ പ്രതിരോധിക്കുന്നുണ്ട് LDF ക്യാമ്പ്. അങ്ങനെ അവസാന ദിവസവും നിശബ്ദ പ്രചരണത്തിന്റെ ദിവസവും അവസാന മണിക്കൂറുകളിലും നിലമ്പൂർ ആ സസ്പെൻസ് നിലനിർത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയാണ് നിലമ്പൂരിൽ നിന്ന് നമ്മുടെ ആസിഫ് മുഹമ്മദും ബിനൽ ലീല സാബും.